Game on! Now game on with Kiko and get your power mode on! If you have not experienced the same, download the game. Available on Google Play. സർ സോറി സർ ഒരു 10 മിനിറ്റ് സർ ഐ ആം ഓൺ ദ വേ. അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ അമ്മയുടെ വീട്ടിലിപ്പോ കറണ്ടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലികൾ നടക്കുന്നുണ്ട്. അമ്മയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും സർ. അതെ സർ, തീർച്ചയായും. വീടെത്തിയെന്നാ തോന്നുന്നത്. കുട്ടികളെ, അമ്മ താമസിക്കുന്ന വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വൈകുന്നേരം ആകുന്നത് വരെ അമ്മ ഇവിടെ തന്നെ കാണും. അമ്മയെ നിങ്ങൾ തന്നെ നോക്കണം. ശരി മാഡം. ദാ നോക്കൂ കുട്ടികളെ, എനിക്ക് വളരെ വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ വൈകുന്നേരം എത്രയും പെട്ടെന്ന് തിരിച്ചെത്താൻ നോക്കാം. See you. ഈ മുത്തശ്ശി എങ്ങോട്ടേ പോകുന്നത്? മുത്തശ്ശി! അയ്യോ, ആരിത്? അമ്മയോ? അനുഗ്രഹിക്കണം. സുഖമാണോ അമ്മയ്ക്ക്? അത് ശരി, നീയായിരുന്നു ഒരു 56 രൂപ കടവായിട്ട് വാങ്ങിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ലല്ലോ. പഴയ ചിത്രങ്ങളെല്ലാം രവിവർമ്മയാണ് വരച്ചത്. ഞാൻ അമ്മയിൽ നിന്ന് 56 രൂപ എപ്പോഴാണ് വാങ്ങിച്ചത്? പറയമ്മേ, പറയ്. അത് ശരി, എന്നോട് കള്ളം പറയുന്നോ നീ? ദേ നോക്കൂ മണിലാൽ, എത്രയും പെട്ടെന്ന് എന്റെ പണം നീ തിരിച്ചു തന്നിരിക്കണം. അമ്മയുടെ കൂടെ ഞാൻ വീട് വരെ വരാം. കാശ് വാങ്ങിച്ചിട്ടില്ല, എന്നാലും ഞാൻ തരാം. മുത്തശ്ശി, ഇത് മണിലാലല്ല, ഖന്ന സാറാണ്. അതെ അതെ, ആ വൃത്തികെട്ട കവിത കേട്ടപ്പോഴേ തോന്നി ഇത് കന്നയായിരിക്കുമെന്ന്. ആ ശരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. കൊച്ചലിയ, ഈ മുത്തശ്ശിക്ക് എന്താ ആരെയും കണ്ടിട്ട് മനസ്സിലാവാത്തത്? എന്റെ ഹണി, മുത്തശ്ശി കണ്ണട വെച്ചിട്ടില്ല. മുത്തശ്ശി! മുത്തശ്ശി, മുത്തശ്ശിയുടെ കണ്ണട എവിടെ പോയി? അതാ ശർമാജിയുടെ മോളുടെ വണ്ടിയിലായി പോയില്ലേ. മുത്തശ്ശിയുടെ കന്നഡ ശർമാജിയുടെ മോളുടെ കാറിനകത്ത് എന്തിനാ കൊണ്ട് വെച്ചത്? അവളല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്, അതുകൊണ്ട് ഞാൻ കാറിൽ ഊരി വെച്ചു. മുത്തശ്ശി, അത് ശർമാജിയുടെ അല്ല, മുത്തശ്ശിയുടെ മോള് തന്നെയാ. അത് ശരി, എനിക്കും സംശയം ഉണ്ടായിരുന്നു. ശർമാജിയുടെ മോളെന്താ എന്നെ ആന്റി ആന്റി എന്ന് വിളിക്കുന്നതിന് പകരം അമ്മ അമ്മയെന്ന് വിളിച്ചതെന്ന്. കൊച്ചലിയ, മുത്തശ്ശി ഇങ്ങനെ വൈകുന്നേരം വരെ കണ്ണടയില്ലാണ്ടിരുന്നു കഴിഞ്ഞാലേ അധികം വൈകാതെ നമ്മൾ ആരാണെന്ന് പോലും ചോദിച്ചെന്ന് വരും. അയ്യോ, ഒന്നും പറ്റില്ല ഹണി, മേഡത്തിനെ കോൾ ചെയ്ത് നമുക്ക് ആ കണ്ണട എടുക്കാം. എന്നാ വാ, നമുക്ക് അകത്തേക്ക് പോകാം. മുത്തശ്ശി, അത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. അയ്യോ, അതെനിക്ക് അറിയാം മോനെ, ഞാൻ വാതിൽ അടയ്ക്കാൻ വേണ്ടി പോകുമായിരുന്നു. അത് ഞാൻ അടച്ചോളാം മുത്തശ്ശി. ഞാനിപ്പോ തൽക്കാലം ഒരു പ്ലംബറെ വിളിക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, ബാത്റൂമിലെ ടാപ്പ് ഇളകിയിരിക്കുക. ഇങ്ങനെ പോയി വിളിച്ചോണ്ട് വരാനും കൊണ്ടുവിടാനും പ്ലംബർ എന്താ നിന്റെ ബോസോ മറ്റോ ആണോ? ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ വരില്ലേ? ഞാൻ അയാളെ 10 പ്രാവശ്യം വിളിച്ചതാ, പക്ഷെ ഇതുവരെ വന്നില്ല. ഇനി ഞാൻ നേരിട്ട് പോയി വിളിച്ചോണ്ട് വരാം. അയ്യോ കൊച്ചലിയ, എന്നെ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോവല്ലേ? അതിന് നീ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും നിന്റെ കൂടെ തന്നെ ഇല്ലേ. നീ പേടിക്കണ്ട, ജോർദാറും പോപ്പട്ടും ഇപ്പൊ പച്ചക്കറി വാങ്ങിച്ച് ഇപ്പൊ ഇങ്ങെത്തും. മുത്തശ്ശി അവിടെ ഇരിക്കേ, ഞാൻ മുത്തശ്ശിക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. നമസ്കാരം അമ്മേ. ആ നമസ്കാരം മോനെ. ആ വരൂ ഇരുന്നാട്ടെ. അയ്യോ, ഞാൻ അത് പിന്നെ. ആ എന്താ മോനെ വന്ന കാലിൽ തന്നെ നിക്കുന്നത്? മടിക്കാതെ വന്നിരിക്കാൻ നോക്ക്. വീട്ടിൽ വരുന്ന വിരുന്നുകാരെ നിക്കാൻ പാടില്ല. അതിരിക്കട്ടെ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ അമ്മേ, വീട്ടുകാർക്ക് എല്ലാം സുഖം തന്നെയാണ്. ശരി, അമ്മയുടെ വീട്ടിലെ വെള്ളം. പേടിക്കണ്ട മോനെ, കുടിക്കാൻ ഞാൻ വെള്ളം തരാം. ദാ ഈ ചായ കുടിക്ക്. കൂടെ കഴിക്കാൻ ബിസ്ക്കറ്റ് വേണോ? അയ്യോ വേണ്ട, ഞാനിപ്പോ ഡയറ്റിലാണ്. ഇവിടെ ഉള്ളത് മൾട്ടി വൈറ്റമിൻ ബിസ്ക്കറ്റ് ആണോ? അതെ, മേഡം കഴിക്കുന്നത് അതാണ്. ഞാൻ ദാ ഇപ്പൊ കൊണ്ടുവരാം. അമ്മേ, ആ വെള്ളം അവിടെ ലീക്ക് ആവുന്നുണ്ടെന്നാ. നിന്നോട് ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറായി, എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. വാടാ ബാത്റൂമിലേക്ക്. ദാ കണ്ടില്ലേ, വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം പോകുന്നില്ലല്ലോ. ദാ സൗണ്ട് വരുന്നത് കേട്ടില്ലേ നീ? ഏത് അതാണോ? അത് അമ്മ പറയും പോലെ വെള്ളം വീഴുന്ന ശബ്ദം അല്ലല്ലോ. അതെന്താടാ, നിന്റെ ചെവിക്ക് വല്ല പ്രശ്നമുണ്ടോ? വേഗം അത് ശരിയാക്കാൻ നോക്ക്. ഞാനോ? പിന്നല്ലാതെ, ഇത് ശരിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇനി ഡിസ്ട്രിക്ട് കളക്ടറെ വിളിച്ചു വരുത്തണം. പക്ഷേ, മര്യാദയ്ക്ക് അത് എത്രയും പിന്നെ, പെട്ടെന്ന് ആ പൈപ്പ് ശരിയാക്കിക്കോണം. പറഞ്ഞേക്കാം. ഒരു ജോലിയും ചെയ്യില്ല, എന്നിട്ട് കൂലിയാണെങ്കിൽ കറക്റ്റ് മേടിക്കും. ഹലോ ബണ്ണി, ഞാനിപ്പോ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്.
ആ ഓക്കെ ആ ശരി വാ. Game on! Now game on with Kiko. And get your power mode on! If you have not experienced the same, download the game. Available on Google Play. അല്ല താനിവിടെ എന്തെടുക്കുകയാണ്? ആ ഞാനിവിടെ ചായയും ഡയറ്റിംഗ് ബിസ്ക്കറ്റും കഴിക്കുവാ. ആ എന്റെ പിള്ളേര് വന്നോ? ഇതിപ്പോ വിരുന്നുകാർ ഒരുപാടായല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചായ കൊണ്ടുവരാം. ഒരു മിനിറ്റ്. അയ്യോ മുത്തശ്ശി, ഞാൻ ഇയാളെ 10 പ്രാവശ്യം വിളിച്ചതാ. നീ എന്താ ഇവിടെ ഇരുന്ന് ബിസ്ക്കറ്റും ചായയും കഴിക്കുകയാണോ? അത് ശരി. അപ്പൊ നീ ബണ്ണിയെ 10 പ്രാവശ്യം വിളിച്ചായിരുന്നല്ലേ? മുത്തശ്ശി ആ? ഇത് ബണ്ണി തന്നെയാണ്. സംശയമുണ്ടോ? കൊള്ളാലോ. ബണ്ണി എന്തിനാ 10 പ്രാവശ്യം ബണ്ണിയെ തന്നെ വിളിക്കുന്നത്? പ്ലംബറിനെ വിളിച്ചാ പോരായിരുന്നോ? മുത്തശ്ശി ഇതാണ് പ്ലംബർ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോയത് ആരാണ്? ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി പോയിരിക്കുന്നത്. എന്റെ ഭായി അമ്മ പണി തന്നിരിക്കുന്നു, അത് ഞാൻ ചെയ്ത് തീർത്തിരിക്കും. എടാ നിക്കടാ, നിക്കാനാ പറഞ്ഞത്. എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല. എന്തു പറയത്? ആദ്യം ഒരു സ്ഥലത്തായിരുന്നു ലീക്ക്, ഇപ്പൊ എല്ലായിടത്തും ലീക്ക് ആയല്ലോ. ഓ, താൻ ജിമ്മല്ലേ നടത്തുന്നത്, പിന്നെ എന്തിനാ പ്ലംബർ ജോലി ചെയ്യുന്നത്? എന്റെ കഞ്ഞിയിൽ മണ്ണിടാൻ നോക്കരുത്. ആ അല്ല നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അതെ ഭായ്, നല്ല ചോദ്യം തന്നെയാ. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തത്? ശരി, അതൊക്കെ വിട്ടേക്ക്. നീ എന്തിനാ ഇതൊക്കെ ചെയ്തെന്ന് പറ. എന്റെ ഭായ്, ഞാൻ അമ്മയുടെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവരെന്നെ പിടിച്ച് ഇതിനകത്താക്കി. അറിയാമോ തനിക്ക്? താൻ എന്തിനാണ് അതൊക്കെ ചെയ്യാൻ പോയത്? പറ്റുന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അങ്ങനെ തന്നെയാ പറഞ്ഞത്, പക്ഷെ അവര് കേട്ടില്ല. അയ്യോ ഞാൻ പറഞ്ഞതല്ലേ മോനെ, നീ പ്ലംബർ അല്ല, നമ്മുടെ കറുത്തയാണെന്ന്. അത് തോത്താറാമണ്. ചിറക് കണ്ടില്ലേ? നന്ദുന് പറക്കാൻ തൂവലില്ലല്ലോ. ഓ അത് ശരി. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അവൻ ഇതുപോലെ തൂവലൊന്നും ഇല്ലല്ലോ. ശരി വാ മോനെ, ഞാൻ നിനക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ തരാം. അല്ല ഈ തോത്താറാം എങ്ങോട്ടാ പോയത്? എന്റെ പൊന്നോ, എനിക്ക് ജീവനാണ് പ്രധാനം. എനിക്ക് ചായയും ബിസ്ക്കറ്റും വേണ്ട, ഞാൻ പോവുകയാണ് കേട്ടോ. മുത്തശ്ശി വാ, തോത്താറാമിന് വേറെ ജോലിയുള്ളതാ. ആ ചായയും ബിസ്ക്കറ്റും ഞങ്ങൾക്ക് താ. ആഹാ തുടങ്ങിയല്ലോ എന്റെ ഫേവറേറ്റ് പ്രോഗ്രാം. എന്തായാലും ഇതിരുന്ന് കാണാം. മുത്തശ്ശി അത് ടേബിളാണ്. മുത്തശ്ശി ഇവിടെ ഇരിക്ക. ആകെ ക്ഷീണിച്ചു, കുറച്ച് വെള്ളം കുടിച്ചേക്കാം. വേണ്ട, അത് എണ്ണയാണ്. എണ്ണയാണോ ഇത്? ആരാടാ ഈ ഗ്ലാസ്സിൽ ഇവിടെ എണ്ണ ഒഴിച്ചു വെച്ചത്? അതേ തോത്താറാ, ആരാ ഇതിൽ എണ്ണ ഒഴിച്ചു വെച്ചത്? അത് വേറൊന്നുമല്ല, കുപ്പി പൊട്ടിയതുകൊണ്ടേ എണ്ണയൊക്കെ താഴെ വീണു. അതിനടുത്ത് ഗ്ലാസ്. ഓ ഈ തല തെറിച്ച പിള്ളേരൊന്നും മര്യാദക്ക് ചെയ്യില്ലല്ലോ. കണ്ണട കിട്ടുന്നത് വരെ നമുക്ക് ഈ മുത്തശ്ശി എങ്ങനെയെങ്കിലും സഹിച്ചേ പറ്റൂ. മുത്തശ്ശിയുടെ വീട്ടിലെ കറണ്ടിന്റെ പണി അടക്കുക. അത് കഴിയുന്നത് വരെ ഇവിടെ തന്നെ കാണും. മുത്തശ്ശിയുടെ കണ്ണട എവിടെയാണ്? കാറിലാ കണ്ണട ഇരിക്കുന്നേ. പക്ഷെ ഞാൻ ഓഫീസിൽ പോയിരുന്നു. പക്ഷെ മാഡം വേറെ എവിടെ മീറ്റിംഗിന് പോയിരിക്കുക. കണ്ണട ഇല്ലാതെ മുത്തശ്ശി ഈ വീടിനകത്ത് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അപകടമാണ്. സംശയമുണ്ടോ? ഈ ടിവിയുടെ വോളി എന്താ കൂടാത്തത്? എത്ര നേരമായി ഞാൻ ഈ റിമോട്ട് ഇട്ട് കുത്താൻ തുടങ്ങിയിട്ട്. മാത്രമല്ല എനിക്ക് എന്താ ഇങ്ങനെ കുളിരുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. മുത്തശ്ശി എസിയുടെ റിമോട്ട് കൊണ്ട് എങ്ങനെയാ TV ഓണാക്കാൻ പറ്റിയ? അതെന്താ പറ്റില്ലേ? എസിയുടെ റിമോട്ട് കൊണ്ട് എന്താ TV ഓണാക്കാൻ പറ്റില്ലെന്നാണോ? ക്ഷമിക്കണം, ഞങ്ങൾ അറിയാതെ പറഞ്ഞതാണ്. മുത്തശ്ശി ഇരിക്ക്, ഞങ്ങൾ ടിവിയുടെ ഓളിയെ കൂട്ടാം. അതിന്റെ ഓളിയെ കൂട്ടേണ്ട ഒരാവശ്യമില്ല. ഞാനിവിടെ ഇല്ലേ? മുത്തശ്ശി TV കണ്ടോ? ഞാൻ അതിന്റെ കൂടെ ഓരോ ന്യൂസും വായിച്ച് കേൾപ്പിക്കാം. ഇതിന്റെ ഒരു കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശി മുത്തശ്ശി കണ്ണടയില്ലല്ലോ. കണ്ണ് തുറന്നാലും ഒന്നും കാണാൻ പറ്റില്ല. ബോധത്തിനോട് വരാൻ പറ. ഉടൻ തന്നെ ഡോക്ടറെ കാണിച്ചേ മതിയാകൂ. എന്നാ വാ, നമുക്ക് എല്ലാവർക്കും കൂടി മുത്തശ്ശിയെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവാം. എടാ മുത്തശ്ശിയുടെ സൈസ് നീ കണ്ടില്ലേ? മുത്തശ്ശിയെ നമ്മൾ എങ്ങനെ എടുത്തോണ്ട് പോവുക? നമുക്കൊരു കാര്യം ചെയ്യാം, ഡോക്ടർ ബാലുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സംശയമുണ്ടോ? അതിന് ഡോക്ടർ ബാലു എന്ത് സഹായിക്കാനാ? അങ്ങനെ നമ്മൾ എങ്ങനെ എടുത്തോണ്ട് വരുന്നേ? എടാ കഴുതേ, അങ്ങനെ പൊക്കി എടുക്കണ്ട. നടന്നു തന്നെ വന്നോളും. തമാശ അടിക്കല്ലേ. നമുക്ക് പോയി കൂട്ടിക്കൊണ്ട് വരാം. അല്ല ആരായത്? എന്താ പറ്റിയത്? ഇവർക്ക് ബോധമില്ലല്ലോ. ഇവരുടെ ബോധം തെളിയണം. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
അല്ല ആരിത് പ്രശാന്തോ? നീ എപ്പോഴാടാ വന്നത്? ഞാൻ പ്രശാന്തല്ല, സുശാന്താണ്. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പെട്ടെന്ന് തന്നെ പറയൂ. മുത്തശ്ശി, ഇത് ഡോക്ടർ ബാലുവാണ്. വേഗം വരൂ. ഇവരെ ഈ സോഫയിലെടുത്തിരുത്തു. പരിശോധിച്ച് ഇവരുടെ രോഗം എന്താണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. ആ വായന്ന് തുറക്കൂ. ആ, എന്റെ മുഖത്തേക്ക് അന്തം വിട്ട് നോക്കിയിരിക്കാതെ വേഗം നിങ്ങളുടെ വായ തുറക്കാൻ നോക്ക്. പറയൂ, ഇത് എത്ര വിരലുകളുണ്ട്? വിരൽ എവിടെയാണെന്ന് പറഞ്ഞു. ഓഹോ, ഇവർ വീണ സമയത്ത് ഇവരുടെ കണ്ണുകൾക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. തകരാറ് കണ്ണൊന്നുമല്ല, കണ്ണട വെക്കാത്തതിന്റെ പ്രശ്നമാണ്. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പ്രശ്നമല്ല ഇവർക്കുള്ള പ്രശ്നം. ഇവർക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നം. പക്ഷേ ഇവർക്ക് ചെവി കേൾക്കാം, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല. ഈ പ്രശ്നം തീർക്കാൻ എന്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ ബൈ. താങ്ക് യു ഡോക്ടർ ബാലു. മുത്തശ്ശി സോഫയിൽ ഇരുന്നോളൂ. മുത്തശ്ശിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞോളൂ. ആഹാ, അമ്മയെ നിങ്ങൾ നന്നായി നോക്കുന്നല്ലോ. അമ്മയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അമ്മേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. ഈ കുട്ടികളൊക്കെ ചേർന്ന് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇനി എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അമ്മ ഇവരെ ഏൽപ്പിച്ചിട്ട് പോകാലോ. അതെ, ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം മുത്തശ്ശി ഇവിടെ കൊണ്ടാക്കുമ്പോ കൂടെ കണ്ണടയും കൊടുത്തേക്കണേ. ഐ ആം സോ സോറി. അതെന്താന്ന് വെച്ചാൽ അമ്മയുടെ കണ്ണാടി അബദ്ധവശാൽ എന്റെ കയ്യിലായി പോയി. പക്ഷെ എന്റെ കണ്ണാടി എന്റെ മകളുടെ പേഴ്സിലല്ലേ ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാ വന്നേ? അല്ല കാട്കറോ, നീ എപ്പോഴാ മോളെ ഇവിടെ വന്നത്? ആ